ഹലോ, ഇന്നിതാ ഒരു അടിപൊളി സ്നാക്കായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ അതിലേറെ ടേസ്റ്റുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ സൂപ്പർ സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് കിടക്കാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 2 ചെറിയ സവാള സ്ലൈസ് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ക്രഷ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ആ മസാലയുടെ ആ കുത്തുന്ന ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നത് വരെയാണ് വഴറ്റിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച ചിക്കനാണ് ചേർക്കുന്നത്. ചിക്കന് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ മസാലയും ചിക്കനും ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അപ്പോൾ അതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പൊട്ടാറ്റോ വേവിച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്തതാണ് ചേർക്കുന്നത്. ഈ പൊട്ടാറ്റോയും ചിക്കൻ്റെ മസാലയും നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം. അപ്പോൾ അതുവരെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ചിക്കനും പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ചോപ്പ് ചെയ്ത മല്ലിയില കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കട്ടിയുള്ളൊരു ബാറ്റർ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കേണ്ട, ആവശ്യമുണ്ടെങ്കിൽ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്തായിട്ട് വേണ്ടത് സമോസ ഷീറ്റ്സ് ആണ്. ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ് കുറച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ റോൾ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. ഇതിൻ്റെ ലാസ്റ്റ് എത്തുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്ത് അവിടെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ജസ്റ്റ് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ മസാല പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. ഈ റോൾ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതേ രീതിയിൽ തന്നെ ബാക്കി എല്ലാ ഷീറ്റ്സും വെച്ചിട്ട് റോൾ ഉണ്ടാക്കിയെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് ആദ്യം വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ അതിപ്പോൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററും വേണം. ഇനി ഇതിൽ നിന്ന് ഓരോ റോളും എടുത്തിട്ട് ആദ്യം ഈ ബാറ്ററിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി അത് നേരെ നമുക്ക് ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മറ്റേ വശം ഉണ്ടല്ലോ, അവിടെയും ഇതുപോലെ തന്നെ മൈദയിലൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മെത്തേഡാണ്. നമുക്കിനി ഇതേ രീതിയിൽ തന്നെ ബാക്കി എല്ലാ റോൾസും മൈദയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഇവിടെ ചൂടാക്കിയിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. നമ്മൾ സമോസ ഷീറ്റല്ല ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എത്ര സമയം എടുക്കും അത്ര തന്നെ മതി. സമോസ ഉണ്ടാക്കുന്ന അത്ര സമയം തന്നെ മതി ഇതും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഇതാ എല്ലാ വശവും ഒന്ന് മുരിഞ്ഞ് വന്ന സമയത്ത് ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുന്നുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് ഫില്ലിങ്ങോട് കൂട്ടിയിട്ടുള്ള സ്നാക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ളതും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. താങ്ക്